ഹലോ ഫ്രണ്ട്സ്, കീം 2026 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേർക്കൊക്കെ കോളേജ് കിട്ടി, എന്നാൽ ചിലർക്ക് കിട്ടിയില്ല. എന്നാൽ കിട്ടിയവർക്കും കിട്ടാത്തവർക്കൊക്കെ കുറേ ഡൗട്ട്സ് ഇപ്പോൾ ഉണ്ട്. എനിക്ക് തന്നെ കുറേ ഡൗട്ട്സ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി അപ്ലോഡ് ചെയ്തപ്പോൾ അതിന് താഴെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എടുത്തിട്ട് അതിനൊരു റിപ്ലൈ പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാനങ്ങനെ ആ ഒരു കമൻറ്റിൽ നിന്ന് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതായത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് അലോട്ട്മെൻറ്റ് മെമോ പ്രിൻറ്റ്. കീമിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണാം. അതിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു പ്രിൻറ്റ്, അതായത് അലോട്ട്മെൻറ്റ് മെമോ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ കരുതുക. ഇത് നിങ്ങൾക്ക് കോളേജിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ഒരു കയ്യിൽ ഉണ്ടാവേണ്ട ഒരു ഡോക്യുമെൻ്റാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രിൻറ്റ്. അപ്പോൾ ആദ്യം തന്നെ ഇത് നിങ്ങളൊന്ന് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കും. ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോയിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ്, കോഴ്സ് കൂടാതെ നിങ്ങൾ എത്ര രൂപ ഫീസ് അടയ്ക്കണം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ്. ഈ ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി, അതായത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി 2000 റുപ്പീസ് നിങ്ങൾ ഓൾറെഡി അടച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയായിട്ട് സിക്ക് അടയ്ക്കേണ്ട പേയ്മെൻ്റ് ആണ് ഈ ഒരു ടോക്കൺ ഫീ എന്ന് പറയുന്നത്. ഇത് അടയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജില്ലേ, ആ കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പിക്കണമെങ്കിൽ ഈ ഒരു ടോക്കൺ ഫീ നിങ്ങൾ അടച്ചേ പറ്റൂ. ഈ ടോക്കൺ ഫീ അടച്ചാൽ മാത്രമേ ഇനിയുള്ള സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിലൊക്കെ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി എത്രയാണ് പേയ്മെൻ്റ് എന്ന് ചോദിച്ചാൽ ജനറൽ കാറ്റഗറിക്ക്, അതുപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ നോർമലി 8K ആണ് ഈ ഒരു പേയ്മെൻറ്റ് ഫീസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമോയിൽ ചിലവർക്ക് 500 ആയിരിക്കും അതിൽ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റ്. ഈ 500 വരാൻ കാരണം ട്യൂഷൻ ഫീ വേവർ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ഒരു 500 പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഈ കാറ്റഗറി വന്നവർക്ക് 8000 അടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല, അവർക്ക് 500 സിക്ക് അടച്ചാൽ മതിയായിരിക്കും. പക്ഷേ നിങ്ങൾ ട്യൂഷൻ ഫീ വേവറിൽ വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒന്നും നോക്കാതെ 500 അടയ്ക്കരുത്. പകരം നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോയിൽ കറക്റ്റായിട്ട് എത്രയാണ് പേയ്മെൻ്റ് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സിക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാകൂ. ഗവൺമെൻറ് കോളേജുകൾക്കൊക്കെ ചിലപ്പം 8K ആയിരിക്കില്ല, അതിന് ചിലപ്പോൾ വ്യത്യാസം വരും. അതുകൊണ്ടാണ് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. ഇനി ഈ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 12 ആയിരിക്കും. ജൂലൈ 12-ന് 4 മണിക്ക് മുന്നേ തന്നെ, വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത്. ഇതെല്ലാവർക്കും ഉള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കോളേജിലൊന്നും പോയി അഡ്മിഷൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ കുട്ടികൾ പോലും ഇപ്പോൾ കോളേജിൽ നേരിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം വെറും ടോക്കൺ ഫീസ് മാത്രം അടച്ചിട്ട് നിങ്ങൾക്ക് ആ കോളേജിൽ സീറ്റ് ഉറപ്പിച്ച് വെക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എല്ലാവരും കോളേജുകളിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുള്ളൂ. അതും ഒരു കറക്റ്റ് ഡേറ്റ് പറയും, ആ ഒരു ഡേറ്റിനായിരിക്കും നമ്മൾ ഈ ഒരു കോളേജുകൾക്കൊക്കെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റെസിപ്റ്റ് കൂടി നിങ്ങളൊന്ന് കയ്യിൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അതും നമുക്ക് കോളേജിൽ പോകുമ്പോൾ ആവശ്യമായിട്ടുണ്ട്, അവിടെ കൊടുക്കാനായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണിത്. അപ്പം ഇത്രയൊക്കെയാണ് ജനറലി നമ്മൾ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി എൻ്റെ വീഡിയോയുടെ താഴെ വന്ന കുറേ കമൻറ്റ്സ്, അതിനൊരു റിപ്ലൈ ആയിട്ടാണ് ഇനിയുള്ളത്. കുറേയൊക്കെ ഞാൻ കോമൺ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ നമുക്കിനി അത് നോക്കാം. എനിക്ക് കിട്ടിയ കോളേജ് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോളേജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ടോക്കൺ ഫീസ് അടിച്ച് ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു സീറ്റ് ഉറപ്പാക്കുക. പലരും വിചാരിക്കും കോളേജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടെന്നും, എന്നാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ വേറെ നോക്കാമെന്നും. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സീറ്റും പോകും, അതുപോലെ തന്നെ കീം 2026 അടുത്ത ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും കഴിയില്ല. അപ്പോൾ ആ ഒരു ഫുൾ അലോട്ട്മെൻറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ആദ്യം ടോക്കൺ ഫീസ് പേ ചെയ്തിട്ട് സീറ്റ് സേഫ് ആക്കുക. എന്നിട്ട് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഒക്കെ ഒരു മാറ്റമില്ലാതെ അതുപോലെ വെക്കുക. അടുത്ത അലോട്ട്മെൻറ്റിൽ ഇതിനേക്കാൾ നല്ല കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ കിട്ടിയ, അതായത് ഫസ്റ്റിൽ കിട്ടിയിട്ടുള്ള കോളേജ് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇനി അടുത്തതിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ആ ഒരു സീറ്റ് കയ്യിൽ സേഫായിട്ട് തന്നെ ഇരിക്കും. ഇനി അടുത്ത 2 ക്വസ്റ്റ്യൻ ആണ്, ഹയർ ഓപ്ഷനിലുള്ള കോളേജ് നമുക്ക് വേണ്ട എന്ന് തോന്നുന്നത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിൻ ബോട്ടിൽ ഓപ്ഷനുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ, അതായത് റീഅറേഞ്ച് ചെയ്യാനായിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആക്കും. ആ വിൻഡോ ഓപ്പൺ ആക്കുന്നതൊക്കെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യും. അപ്പം ഇപ്പോൾ നിങ്ങൾക്കുള്ള ഓപ്ഷനുകളുടെ ഓർഡർ മാറ്റാം. അതായത് ഓൾറെഡി ഉള്ളത് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം, മുകളിലുള്ളത് താഴേക്കോ താഴെയുള്ളത് മുകളിലേക്കോ ഒക്കെ ആക്കാം, ഡിലീറ്റും ചെയ്യാം. പക്ഷേ ഒരിക്കലും ലിസ്റ്റിൽ ഇല്ലാത്ത പുതിയ കോളേജസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല, അപ്പോൾ എന്തെങ്കിലും കൺഫേം അടിക്കാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു ഫീസും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുന്നിലായിട്ടും, അതായത് മുന്നോടിയായിട്ട് ഓപ്ഷനുകൾ മാറ്റാനായിട്ട് നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആക്കി തരും. അപ്പോൾ അതിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്തും ഒന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ കൺഫേം കൊടുക്കണം. എങ്കിൽ മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ അത് മാത്രം നിങ്ങൾ കൺഫേം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ ഫീസ് അടച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോളേജിൽ ചേരാതിരുന്നാൽ ആ ഒരു ഫീസ് റീഫണ്ട് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം സിയുടെ റീഫണ്ട് പോളിസിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ കോളേജിൽ നിന്നും നമുക്ക് റീഫണ്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അപ്പം അതിന് കറക്റ്റ് ഒരു ഉത്തരം എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. അത് ഓരോ കോളേജിനെ അപേക്ഷിച്ചിട്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് റീഫണ്ട് കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരു ഫീ അടയ്ക്കണോ? വേണ്ട, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരു ഫീ അടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലോട്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്താൽ മാത്രം മതി. നിങ്ങൾ എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫീ പേ ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്തൊരു കോളേജ് കിട്ടി, ബട്ട് അത് വേണ്ട, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നത് തന്നെ മതി. അത് കിട്ടുമോ എന്നുള്ളത് ഒരിക്കലും കിട്ടത്തില്ല. ഒരു പഴയ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയി പോകും. കീമിൻ്റെത് പ്രകാരം നിങ്ങൾക്കൊരു ഹയർ ഓപ്ഷൻ അലോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ സീറ്റ് അപ്പോൾ തന്നെ ക്യാൻസലാകും. അത് വേറെ ഏതെങ്കിലും കുട്ടിക്ക് പോകും. പിന്നീട് നിങ്ങൾക്ക് പഴയ സീറ്റ് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഹയർ ഓപ്ഷനിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജുകളാണ് മുകളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്നുകൂടി ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് പ്രയോറിറ്റി ഓർഡർ അനുസരിച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് പേയ്മെൻറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ഒരു കോളേജിലേക്ക് ഒരു ടോക്കൺ ഫീസ് അടയ്ക്കും, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോളേജ് കിട്ടുമ്പോൾ അവിടേക്ക് വീണ്ടും നമ്മൾ പേ ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരിക്കലും വേണ്ട, നമ്മൾ വീണ്ടും ഫീസ് അടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫീസ് അടച്ചാൽ ആ ഒരു പേയ്മെൻറ്റ് അവിടെ സെറ്റിൽഡ് ആകും. ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാലും നേരത്തെ അടച്ചിട്ടുള്ള ആ ഒരു ഫീസ് തന്നെ മതിയായിരിക്കും. അപ്പം അവർ തമ്മിൽ അത് അഡ്ജസ്റ്റ് ചെയ്തോളും. ഇനി രണ്ട് കോളേജുകളിലെ ഫീസ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം, അതായത് പുതിയ കോളേജിലെ ഫീസ് കൂടുതലാണെങ്കിൽ ആ ഒരു ബാലൻസ് പേയ്മെൻറ്റ് മാത്രം നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ അടച്ചാൽ മതിയായിരിക്കും. അല്ലാതെ നിങ്ങൾ വീണ്ടും ആദ്യം മുതലേ ഫീസ് അടയ്ക്കണമെന്ന് പേടിക്കുകയേ വേണ്ട. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് എനിക്ക് ഇഷ്ടമില്ല, അപ്പോഴും ഈ ഒരു 8,000 റുപ്പീസ് അടയ്ക്കണമെന്നും. അതെ, നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു 8,000 റുപ്പീസ് അടച്ചിരിക്കണം. കോളേജ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു സീറ്റ് അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺ ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കീം അലോട്ട്മെൻറ്റിൻ്റെ ഫുൾ പ്രോസസ്സ് തുടരത്തുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു കോളേജ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഫീസ് അടയ്ക്കുന്നില്ല, അടുത്ത അലോട്ട്മെൻറ്റിന് വേറെ നല്ലത് നോക്കാം എന്ന് കരുതിയാൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. അതുമാത്രമല്ല, കീമിൻ്റെ അടുത്ത ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ഒരു ഫുൾ പ്രോസസ്സിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പുറത്താവും. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ കോളേജ് താല്പര്യമില്ലെങ്കിലും ഫീസ് അടച്ചിട്ട് ആ ഒരു സീറ്റ് സേഫ് ആക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹയർ ഓപ്ഷനുകൾ വെച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കും. അടുത്ത ക്വസ്റ്റ്യനാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് പോകുമെന്ന്. ഇല്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജ് കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് പോയില്ല, അത് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹയർ ഓപ്ഷൻ കിട്ടിയാൽ മാത്രം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആൻസർ റിപ്പീറ്റർ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത്. അത് ഓരോ കോളേജിനെ അപേക്ഷിച്ചിട്ടിരിക്കും. ചില കോളേജസ് അത് ചോദിക്കും, എന്നാൽ ചിലത് ചോദിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു കോളേജിലൊന്ന് കൺഫേം ചെയ്യുക. കൂടെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, കോളേജിൽ പോയി ചേർന്നാൽ പിന്നെ എങ്ങനെയാണ് ബാക്കി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതെന്നും. നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുത്താലും നിങ്ങളുടെ ഹയർ ഓപ്ഷൻസൊക്കെ നിങ്ങൾ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തേർഡ് അലോട്ട്മെൻറ്റിലും വരും. അതിന് വേറെ ആപ്ലിക്കേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഹയർ ഓപ്ഷൻസൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യനാണ്, ഫീ ഫോൺ വഴി അടയ്ക്കാൻ പറ്റുമെന്നുള്ളത്. തീർച്ചയായിട്ടും പറ്റും. ഫോൺ വഴി അയക്കാം, നമുക്ക് പോസ്റ്റിൽ ചെയ്യാം, കഫേയിലും പോയി ചെയ്യാം. കഫേയിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റുമെന്നുള്ളൊരു പേടി വരത്തില്ല. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് ലോവർ ഓപ്ഷനാണ്, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഹയർ ഓപ്ഷൻ കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചാൻസ് ഉണ്ട്, നമ്മുടെ റാങ്കും സീറ്റിൻ്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ട് ഹയർ ഓപ്ഷൻ കിട്ടാം എന്ന് ഉറപ്പായിട്ടും പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അടുത്ത രണ്ട് ക്വസ്റ്റ്യനാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നാൽ ആ ഒരു കോളേജിൽ പോയിട്ട് ചേരണോ എന്നുള്ളത്. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ പിന്നെ എങ്ങനെയാണ് പങ്കെടുക്കുക എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ഏതെങ്കിലും കിട്ടിയാൽ ആ ഒരു കോളേജിൽ നമ്മൾ പോയി റിപ്പോർട്ട് ചെയ്യണം. ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. വീണ്ടും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് അലോട്ട്മെൻറ്റിൽ ഇനിയും ഹയർ ഓപ്ഷൻ കിട്ടിയാൽ പുതിയ കോളേജിലേക്ക് നമുക്ക് മാറാനായിട്ടും പറ്റും. അപ്പം ഇത്രയൊക്കെ ക്വസ്റ്റ്യനാണ് എനിക്ക് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിലും കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെയാണ് കോമൺ ആയിട്ടും എല്ലാവർക്കും അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ പോസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്സിന് അടിയിൽ പോയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഡൗട്ടിനെ ക്ലിയർ ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ പാർട്ട് 2 ആയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് പറഞ്ഞാൽ മതി. അതുപോലെ എൻ്റെ വീഡിയോയുടെ അടിയിൽ വരുന്ന മാക്സിമം കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആരെങ്കിലും വിട്ടുപോകുകയാണെങ്കിൽ അത് കാണാത്തതുകൊണ്ടാണ്. കീമിൻ്റെ ഇനിയുള്ള എന്തെങ്കിലും ഡൗട്ട്സൊക്കെ അറിയാനായിട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ.